എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കോപ്പർ ട്യൂബിംഗിൽ എങ്ങനെ സ്വേജ് ചെയ്യാമെന്നും ബ്രേസ്ഡ് ജോയിന്റ് ഉണ്ടാക്കാമെന്നും നമുക്ക് നോക്കാം. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. ഒരു കോപ്പർ ട്യൂബ് 6 mm സ്വേജ് ചെയ്യുക. ഒരു ബ്രേസ്ഡ് ജോയിന്റ് ഉണ്ടാക്കുക. ഈ പ്രാക്ടിക്കലിന് ആവശ്യമായ ഉപകരണങ്ങളും കൺസ്യൂമബിൾ ഐറ്റങ്ങളും നമുക്ക് ശേഖരിക്കാം. സ്റ്റീൽ റൂൾ ഒരെണ്ണം, ട്രയാങ്കുലർ ഫയൽ 150 mm ഒരെണ്ണം, ഫ്ലെയറിംഗ് ബ്ലോക്ക് ഒരെണ്ണം, സ്വാഗിംഗ് ടൂൾ സെറ്റ് ഒരെണ്ണം, ബോൾ പിൻ ഹാമർ 225 ഗ്രാം ഒരെണ്ണം, ഹാൻഡി ബ്രേക്കിംഗ് ടോർച്ച് ഒരെണ്ണം, ബ്രേസിംഗ് റോഡ് ആവശ്യമുള്ളത്ര, ബ്രേസിംഗ് ഫ്ലെക്സ് ആവശ്യമുള്ളത്ര, ബ്യൂട്ടൈൻ ഒരെണ്ണം, ഓയിൽ ആവശ്യമുള്ളത്ര, കോട്ടൺ വേസ്റ്റ് ആവശ്യമുള്ളത്ര, സോഫ്റ്റ് എമറി ഷീറ്റ് ആവശ്യമുള്ളത്ര, കോപ്പർ ട്യൂബ് ഒരേ സൈസിലുള്ളത് 2 എണ്ണം. നടപടിക്രമം: ടാസ്ക് 1, ട്യൂബിന്റെ എൻഡ് സ്വേജ് ചെയ്യുക. സ്റ്റെപ്പ് 1, ഒരേ വലിപ്പത്തിലുള്ള 2 ട്യൂബ് കഷ്ണങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നതിന് ഒന്ന് വലുതാക്കണം, അങ്ങനെ മറ്റൊന്ന് അകത്തു വയ്ക്കണം. സ്റ്റെപ്പ് 2, ഒരു ട്യൂബിന്റെ അറ്റം വലുതാക്കുന്നതിനെയാണ് സ്വേജിംഗ് എന്ന് വിളിക്കുന്നത്. സ്റ്റെപ്പ് 3, പൈപ്പ് സ്വേഗിംഗ് ടൂൾ പരിശോധിച്ച് ഡ്രോയിങ്ങുകളുമായി താരതമ്യം ചെയ്യുക. ഒരു പൈപ്പിന്റെ അറ്റം സ്വേജ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 4, ടൂളിൽ ട്യൂബ് സ്ഥാപിക്കുക. ട്യൂബിന് അനുയോജ്യമാക്കുന്നതിന് നിങ്ങൾ ശരിയായ വലിപ്പത്തിലുള്ള ദ്വാരം തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 5, ട്യൂബ് സ്ഥാപിക്കുക. അങ്ങനെ അവസാനം ട്യൂബിന്റെ പുറം വ്യാസവും 8/1 ഇഞ്ച് 3 mm സ്വേജിംഗ് ബ്ലോക്കിന്റെ മുകൾ ഭാഗവും ആയിരിക്കും. 4/1 ഇഞ്ച് 6 mm പൈപ്പിന് ഇത് 4/1 ഇഞ്ച് 6 mm പ്ലസ് 8/1 ഇഞ്ച് 3 mm സമം 8/3 ഇഞ്ച് 9 mm ആയിരിക്കും. സ്റ്റെപ്പ് 6, സ്വേജിംഗ് ബ്ലോക്കിന്റെ ഓരോ അറ്റത്തും നട്ട് മുറുക്കുക. സ്റ്റെപ്പ് 7, ട്യൂബിന്റെ അറ്റം പുറത്തേക്ക് മാറ്റാൻ ശരിയായ വലിപ്പത്തിലുള്ള ഒരു പഞ്ച് തിരഞ്ഞെടുക്കുക. അതിലൂടെ മറ്റൊരു കഷ്ണം ഉള്ളിലേക്ക് യോജിപ്പിക്കുക. പഞ്ചിന് ഓയിൽ ചെയ്യുക. ക്ലാമ്പ് ഘടിപ്പിച്ച് സ്വേജിംഗ് ബ്ലോക്കിലേക്ക് പഞ്ച് ചെയ്യുക. ഹാൻഡിൽ ട്വിസ്റ്റ് ചെയ്ത് പഞ്ച് ട്യൂബിലേക്ക് ഫോഴ്സ് ചെയ്യുക. സ്റ്റെപ്പ് 8, പഞ്ച് ട്യൂബിന്റെ അവസാനം തുറക്കും. ടാസ്ക് 2, ഒരു സ്വേജ് ജോയിന്റ് ബ്രേസ് ചെയ്യുക. സ്റ്റെപ്പ് 1, ട്യൂബ് ശരിയായി സ്വേജിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. ഇത് ഈസി ഫിറ്റ് ആയിരിക്കണം. ഇത് ടൈറ്റ് ഫിറ്റ് ആണെങ്കിൽ ബ്രേസിംഗ് മെറ്റീരിയലിന് മതിയായ ഇടമുണ്ടാകില്ല. ലൂസ് ഫിറ്റ് ആണെങ്കിൽ ജോയിന്റ് ദുർബലമാകും. സ്റ്റെപ്പ് 2, ഒരു സ്റ്റിഫ് പേസ്റ്റ് ഉണ്ടാക്കാൻ അല്പം ഫ്ലെക്സ് പൗഡർ, സ്പിരിറ്റ് അല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. സ്റ്റെപ്പ് 3, ചേരേണ്ട പ്രതലങ്ങളിൽ ചെറിയ അളവിൽ ഫ്ലെക്സ് പ്രയോഗിക്കുക. ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. കൂടുതലായാൽ അത് സിസ്റ്റത്തെ മലിനമാക്കും. ശ്രദ്ധിക്കുക, സെൽഫ് ഫ്ലെക്സിംഗ് ബ്രേസിംഗ് റോഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വർക്കിന്റെ ഈ ഘട്ടം ആവശ്യമില്ല. സ്റ്റെപ്പ് 4, ഒരു പൈപ്പിന്റെ അറ്റം മറ്റൊന്നിലേക്ക് സ്വേജിലേക്ക് കഴിയുന്നിടത്തോളം തള്ളുക. ഫ്ലെക്സ് പരത്താൻ പൈപ്പുകൾ തിരിക്കുക. സ്റ്റെപ്പ് 5, ബ്ലോ ടോർച്ച് കൊണ്ട് ജോയിന്റ് ചൂടാക്കുക. ശരിയായ വലിപ്പത്തിലുള്ള തീജ്വാല ഉപയോഗിക്കുക. സ്റ്റെപ്പ് 6, ജോയിന്റ് മങ്ങിയ ചുവപ്പാകുന്നതുവരെ കാത്തിരിക്കുക. ബ്രേസിംഗ് റോഡ് ഉരുകാൻ തുടങ്ങുമ്പോൾ ജോയിന്റ് ശരിയായ താപനിലയിലാണ്. ചൂടാക്കുമ്പോൾ ബ്രേസിംഗ് റോഡ് ഇടയ്ക്കിടെ ജോയിന്റിൽ സ്പർശിച്ചാണ് ഈ താപനില കണ്ടെത്തുന്നത്. ജോയിന്റ് അമിതമായി ചൂടാക്കരുത്. തീജ്വാലയിൽ ബ്രേസിംഗ് റോഡ് ഉപേക്ഷിക്കരുത്. തീജ്വാല കൊണ്ടല്ല, ജോയിന്റിന്റെ ചൂടിലാണ് ബ്രേസിംഗ് റോഡ് ഉരുകേണ്ടത്. സ്റ്റെപ്പ് 7, ശരിയായ ഊഷ്മാവ് എത്തുമ്പോൾ ബ്രേസിംഗ് റോഡ് കൊണ്ട് ജോയിന്റിൽ നിരവധി പോയിന്റുകളിൽ സ്പർശിക്കുക. സ്റ്റെപ്പ് 8, ഉരുകിയ ബ്രേസിംഗ് റോഡ് ജോയിന്റിലേക്ക് വലിച്ചിടുകയും ഒരു പൈപ്പിന്റെ പുറംഭാഗത്തിനും മറ്റേതിന്റെ അറ്റത്തിനും ഇടയിലുള്ള ഇടം നിറയ്ക്കുകയും ചെയ്യും. സ്വേജിന്റെ അവസാനം ബ്രേസിംഗ് മെറ്റീരിയലിന്റെ പൂർണ്ണമായ റിംഗ് കാണാൻ കഴിയുമ്പോൾ ബ്ലോ ടോർച്ച് നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 9, ജോയിന്റ് തണുക്കാൻ അനുവദിക്കുക. ബ്രേസിംഗ് മെറ്റീരിയൽ കടുപ്പമാകുന്നതുവരെ 2 പൈപ്പുകളും അനക്കരുത്. ഒബ്സർവേഷൻ ടേബിൾ. സീരിയൽ നമ്പർ 1, പാരാമീറ്റർ ടെസ്റ്റിംഗ് ദ സ്വേജിംഗ്. റിമാർക്സ്: എക്സലന്റ്, ഗുഡ്, ആവറേജ്. നമ്പർ 2, ടെസ്റ്റിംഗ് ദ ബ്രേസ്ഡ് ജോയിന്റ്.
ഫേം ബ്ലോ ഹോൾസ്. 3. ടൈം ടേക്കൺ, സ്ലോ, മീഡിയം, ഫാസ്റ്റ്. 4. മെറ്റീരിയൽസ് വേസ്റ്റ്, ലെസ്, വെരി ലെസ്, നോ വേസ്റ്റ്. ശ്രദ്ധിക്കുക, ഇതേ പ്രക്രിയ തന്നെ എല്ലാ എക്സസൈസിലും ആവർത്തിക്കുക, വിവിധ സൈസിലുള്ള ട്യൂബുകളുടെ ടെസ്റ്റിനും ഇംപ്രൂവ്മെന്റിനും. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തു എങ്ങനെയാണ് 1. ഒരു കോപ്പർ ട്യൂബ് 6 mm സ്വേജ് ചെയ്യുക, 2. ഒരു ബ്രേസ്ഡ് ജോയിന്റ് ഉണ്ടാക്കുക,